4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തും. രാഷ്ട്രപതി നാളെയാണ് ശബരിമല ദർശനം നടത്തുക. നാളെ രാവിലെ ഹെലിപ്പാഡിൽ നിലയ്ക്കലെത്തിയ ശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് പോകും. സന്ദർശനത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി ചെയ്തു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? കാര്യങ്ങളൊക്കെ സജ്ജമല്ലേ രാഷ്ട്രപതിയെ വരവേൽക്കാൻ? രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സന്നിധാനത്തെത്തും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ രാവിലെ ഹെലിപ്പാഡിൽ ജയശങ്കറെ കേൾക്കാമോ? ഞാൻ ചോദിച്ചത് അവിടെ രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ സജ്ജമല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ആശ്മി. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ 11:20 രാഷ്ട്രപതി നിലക്കലിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷം പമ്പയിലേക്ക് പോകും. പമ്പ സ്നാനം ഉണ്ടാകില്ല, പകരം പമ്പയിൽ പ്രത്യേകമായി രാഷ്ട്രപതിക്ക് കൈയും കാലും ഒക്കെ കഴുകാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം 11:10 ഈ ഗുർഖ ജീപ്പിൽ സന്നിധാനത്തേക്ക് തിരിക്കും. അതിനുശേഷം ഉച്ചപൂജ സമയത്ത് രാഷ്ട്രപതി ശബരിമല ക്ഷേത്രത്തിൽ 18-ാം പടി കയറി ദർശനം നടത്തും. ആ രീതിയിലാണ് ക്രമീകരണം. ദർശനത്തിന് ശേഷം 3 മണി വരെ സന്നിധാനത്ത് രാഷ്ട്രപതി തുടരും. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് 12,000 പേരാണ് ശബരിമല ദർശനം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ പ്രത്യേക പാസ് എടുക്കാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താതെ എത്തുന്ന ആളുകൾക്കും ഇന്ന് ദർശന സൗകര്യമുണ്ട്. അനധികൃതമായി സന്നിധാനത്ത് തുടരുന്ന എല്ലാ ആളുകളെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഇന്ന് താഴേക്കിറക്കും. അതിനുശേഷം നാളെ പൂർണ്ണമായും പോലീസ് വലയത്തിലായിരിക്കും സന്നിധാനം ഉണ്ടാവുക. രാഷ്ട്രപതിയുടെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും. ഇന്നെന്തായാലും പോലീസിന്റെ സുരക്ഷാ ട്രെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനോടകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് സുരക്ഷാ ജോലിക്കായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്തും പമ്പയിലും പൂർത്തിയായി. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 3 സെക്ടറുകളായി തിരിച്ചാണ് പോലീസിന്റെ രാഷ്ട്രപതിയാണ്. അപ്പോൾ സ്വാഭാവികമായി അതിന്റെ സജ്ജീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പഴുതടച്ച രീതിയിൽ തന്നെ അവിടെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.